എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു അടിപൊളി പാസ്തയാണ്. അത് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ ഫേവറേറ്റ് ഈ പാസ്ത വളരെ ഈസിയാണ്. നമുക്ക് വളരെ ടേസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നോക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കണേ. അതിന് മുന്നേറ്റ് നിങ്ങൾ എൻ്റെ റെസിപ്പിയൊക്കെ കണ്ടുവരുന്നവരൊക്കെ ആദ്യമായിട്ടൊക്കെ കയറി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം അത് പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കണത് കേട്ടോ. അപ്പം ഞാനിതാ ഒരു പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ ഒന്ന് തിളച്ച് വരണം. അതിലേക്ക് നമ്മളെ പാസ്ത ഒന്നിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ സവോള ക്യാപ്സിക്കൊക്കെ അതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഞാനൊരു ഇതിപ്പോ ഒരു 450 ഗ്രാമാണ്. അതിൽ നിന്ന് ഞാനിപ്പോ ഒരു ഏകദേശം 350 ഗ്രാം എടുത്തിട്ട് ഒന്ന് അതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു 10 മിനിറ്റ് തന്നെ ഒന്ന് വെന്ത് വരണം. അപ്പൊ അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചാൽ വെച്ചിട്ടുണ്ട്. അതിനിപ്പോ ഒന്ന് വേറെ പാത്രത്തിലോട്ട് വെന്തതിന് ശേഷം നമുക്ക് മാറ്റാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്ത ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് അതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പൊ അതൊന്ന് മെൽറ്റായി വരുന്ന ടൈമിൽ നമുക്ക് കുഞ്ഞതാക്കി അരിഞ്ഞിട്ടുള്ള ആ ഒരു വെളുത്തുള്ളി ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു കുറഞ്ഞ അളവിൽ മതി. ഒരു ഏകദേശം ഒരു 10 വലുതൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു 7 മതിയാവും. ചെറുതാണെങ്കിൽ ഒരു 10 ചെറിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ അതുപോലെ ചെറുതായിട്ട് ചോപ്പാക്കിയിട്ട് അതും അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒന്ന് ഈ ആ ഒരു സ്മെല്ലൊക്കെ വരുന്ന മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് ഒരു വലിയൊരു സവോള ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് വഴറ്റി ബ്രൗൺ കളറൊന്നും ആവണ്ട. ആ ടൈം കുറച്ചങ്ങോട്ട് ആവുമ്പോൾ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ അത് നന്നായിട്ടൊന്ന് വഴറ്റി അതിന്റെ കളറൊന്നും മാറരുത്. കളർ മാറുമ്പോൾ അതിന്റെ വേറെ കളറായിട്ട് മാറും. അപ്പൊ അതാ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ അതിലേക്ക് ഞാൻ ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് തക്കാളി സോസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഇതൊക്കെ നിങ്ങൾ ഓപ്ഷനാണ്, വേണമെങ്കിൽ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ കുറഞ്ഞ അളവിലാണ് തക്കാളി സോസും ചില്ലി സോസും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി പെപ്പർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3/4 സ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനിതാ ഇതുപോലെ ചോപ്പാക്കിയിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊന്നും കൂടെ ഒന്ന് ശരിയാക്കി എടുക്കാണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ പാനും കൂടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഇതുപോലെ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ ചെറിയൊരു ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടത് 1 സ്പൂൺ അളവിൽ മൈദ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് ആദ്യം ചെറുതായിട്ടൊക്കെ കട്ടയാവും, കുഴപ്പമൊന്നുമില്ല. നല്ല പോലെ മിക്സ് ചെയ്ത് എടുത്തിട്ട് ഇതുപോലെ 4 ടൈമിൽ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് മുകളിലായിട്ട് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഏതായാലും 1/2 കപ്പില്ല, 1/2 കപ്പിൽ താഴെയായിട്ട് ഞാനിപ്പോൾ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 2 ബാച്ചായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒന്ന് അതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അത് ബാക്കിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു അളവിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് കുറച്ചൊന്ന് കളർഫുള്ളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഞാൻ സ്ലൈസ് ആയിട്ടുള്ള ചീസ് ഒരു 2 പീസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക ഫ്ലേവറും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഈ ഒരു സംഭവം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിന്റെ അംശം കുറച്ചുകൂടി കുറവാന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇത്തിരി ചൂടുവെള്ളമോ അല്ലെങ്കിൽ കുറച്ചുകൂടി മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തി എല്ലാ ഭാഗത്തുനിന്നും ആയി വരുന്ന വരെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു പാനിലോട്ട് കുറച്ച് കുഴിയുള്ള പാനിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അപ്പാര ടേസ്റ്റ് ആട്ടോ, നല്ലൊരു സ്മെല്ലും ഉള്ള ടൈമിൽ. അപ്പൊ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇപ്പൊ സ്കൂളൊക്കെ അല്ലാത്ത ടൈമല്ലേ, അവർക്ക് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ പാസ്തകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അവർക്ക് ഇഷ്ടമാവും തീർച്ചയാണ്. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ആയിട്ട് പറയാം. നിങ്ങളിലെ ഓരോ കമന്റിലാണ് എനിക്ക് വേറെ വേറെ വീഡിയോസും റെസിപ്പികളൊക്കെ നിങ്ങൾ മുന്നിലെത്തിക്കാൻ കഴിയുള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും ടേക്ക് കെയർ and bye. Thank you.